ഫിയാത്ത് മിഷന്റെ ഒറീസ സെന്ററിൽ 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് 100-ലേറെ പേർ. അവരിൽ ചിലർ 21 ദിവസം മുഴുവനായും മറ്റു ചിലർ ഭാഗികമായും ഉപവാസമെടുത്ത് ഡാനിയൽ ഫാസ്റ്റിങ്ങിനായി ഈശോയുടെ മുന്നിൽ ആരാധനാസ്തുതികളുമായി കഴിയുകയാണ്. ഫിയാത്ത് മിഷൻ പേട്രന്മാരിൽ ഒരാളായ ബിഷപ്പ് ഡോക്ടർ ചാക്കോ തോട്ടുമാരിക്കലും ഏതാനും ദിവസം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ ഒറീസയിൽ കട്ടാക്കിലടുത്ത് ഫിയാത്ത് മിഷന്റെ കേന്ദ്രത്തിൽ ഡാനിയൽ ഫാസ്റ്റിംഗ് ഡിസംബർ 1 മുതൽ ഡിസംബർ 21 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാനിയൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള വലിയ അത്ഭുതങ്ങൾ നടക്കണം. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിച്ചേരുന്നതിനുള്ള ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞമാണിത്. കർത്താവിൻ്റെ പദ്ധതിയാണ് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. അപ്പോൾ എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. 24 മണിക്കൂറും ആരാധന നടക്കുകയാണ്, രാത്രിയും പകലും. ഇതിൽ കൂടി നമ്മുടെ രാജ്യത്തിനും ലോകം മുഴുവനും വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വൈദികരും സിസ്റ്റേഴ്സും ഈ പ്രാർത്ഥനകളിൽ സജീവമായി കൂടെയുണ്ട്. ഡിസംബർ 1 മുതൽ 21 വരെയാണ് ഫിയാത്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഡാനിയൽ ഫാസ്റ്റിംഗ് ഉപവാസ പ്രാർത്ഥനാ ദിനങ്ങളായി ആചരിക്കുന്നത്. തുടർ വർഷങ്ങളിലും ഇതേ തീയതികളിൽ ഫാസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് സംഘാടകർ വെളിപ്പെടുത്തി. 21 ദിവസങ്ങൾ ദൈവസ്വരത്തിന് കാതോർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഭക്ഷണവസ്തു ഉപേക്ഷിച്ചുകൊണ്ടും 1 നേരമോ 2 നേരമോ ഉപവസിക്കാൻ സാധിക്കുന്നവർ പൂർണ്ണമായി ഉപവസിച്ചുകൊണ്ടും ഡാനിയൽ ഫാസ്റ്റിംഗിൽ പങ്കെടുക്കുന്നു. 24 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയും പ്രമുഖരുടെ ക്ലാസുകളും സ്തുതി ആരാധനയും ചേർന്നതാണ് ഇവിടുത്തെ ഡാനിയൽ ഉപവാസ പ്രാർത്ഥനാ ദിനങ്ങൾ. ഈ പ്രാർത്ഥനാ രീതി വളരെ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ്.